ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതൊരു നോർമൽ സാരി ബ്ലൗസാണ്, വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാൾക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറയുന്നത്. നമ്മളിതാ ഇതിന് വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ബെൽറ്റ് ബാൻഡ് നല്ല വീതിയോട് കൂടിയുള്ളതാണ്. ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ലൈനിങ് ക്ലോത്തും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും നമ്മൾ ഓരോ മീറ്ററാണ് എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ അളവിൽ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് മുകൾ ഭാഗം എന്താ ഇതുപോലെയൊന്ന് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തിടത്ത് നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്തിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കണം. ഇപ്പം നമുക്ക് ഇവിടെ വേണ്ടത് 14 ഇഞ്ചാണ്. നമ്മൾ 1 ഇഞ്ച് കൂടെ സീം അലവൻസിനായിട്ട് കൂടുതൽ കൊടുക്കുന്നു. അപ്പോൾ 15 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഭാഗം ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്ക് ഒരു 2.5 ഇഞ്ചാണ് നമ്മൾ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ 5.5 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ ഷോൾഡറും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇവിടെ നിന്ന് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് താഴേക്കും മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു 6 ഇഞ്ച് ആം ഹോളിന് കൊടുക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് 5.5 ഇഞ്ചാണോ വിഡ്ത്തെന്നൊന്ന് നോക്കിയതിന് ശേഷം ഈ ഭാഗം 6 ഇഞ്ച് നമ്മൾ ആം ഹോൾ കൊടുത്തിടത്തേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഈ 2.5 ഇഞ്ച് വിഡ്ത്ത് ഇതുപോലെ വരുന്ന രീതിയിൽ വരച്ച് കൊടുത്ത് ഈ ഭാഗം ഇങ്ങനെ യോജിപ്പിച്ചു. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചേർത്ത് നമ്മളിങ്ങനെ വരച്ചാൽ നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നമുക്ക് ലഭിക്കുക. ആം ഹോളിനും നമ്മൾ 1 ഇഞ്ച് കൊടുത്ത് ആം ഹോൾ കർവും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്രയാണോ ടോട്ടൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലായിരുന്നു. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് കൂടുതൽ കൊടുത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുക. എന്നിട്ട് അതുപോലെ എന്നിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ സീം അലവൻസ് ഉൾപ്പെടെ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ബാക്ക് പോർഷൻ നല്ല റെഡി ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനി ബാക്കി ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരല്പവും കൂടെ വിട്ട് കൂട്ടിയാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ക്ലോസ് ആയ സൈഡിൽ നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിടത്തേക്ക് ഇതുപോലെ നമ്മളുടെ ബാക്ക് പോർഷനെ എടുത്ത് നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുകയാണ്. 1/2 ഇഞ്ച് ഇങ്ങനെ തള്ളിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ബാക്കി ആം ഹോളിൻ്റെ ഭാഗങ്ങളെ ഇതുപോലുള്ളവ എല്ലാം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആ ബാക്ക് പോർഷൻ്റെ എൻഡ് വരുന്നിടത്ത് ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കുകയാണ്. ഫ്രണ്ട് പോർഷന് നമ്മുടെ ബാക്ക് പോർഷനെക്കാട്ടിലും 1 ഇഞ്ചാണ് ഇതുപോലെ കൂടുതൽ കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നെക്കിന് ലെങ്ത് ഒരു 6 ഇഞ്ച് കൊടുത്താൽ മതിയേ. അത് ഏതൊരു അളവുകാർക്കും ഒരു 6 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളേ. 6 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 2.5 ഇഞ്ച് വിഡ്ത്തിലേക്ക് ഇതുപോലെ നമ്മളൊരു ബോക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ പുറത്തുകൂടെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇതുപോലെ ഈ ഭാഗങ്ങൾ വരച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ ബാക്ക് പോർഷൻ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ ടക്ക് പോയിൻ്റ് എത്രയാണോ അത് ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിവിടെ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ സൈഡിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സൈഡിൽ 1 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ ഇങ്ങനെ വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല വിഡ്ത്തോട് കൂടിയിട്ടുള്ള ഒരു ബെൽറ്റാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇപ്പം ഇതുപോലെ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ബാക്ക് പോർഷനുമായിട്ട് ഇത്രയും വ്യത്യാസത്തിൽ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിനെയെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്ത്
എടുത്തപ്പോൾ എന്താ ഇതുപോലെ നമുക്ക് ഇതുപോലെ പാർട്ടുകൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്കുള്ള ബെൽറ്റും അതുപോലെ തന്നെ മുകൾ ഭാഗവും ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതുപോലെ ബാക്ക് പോർഷനിൽ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നു. ഇപ്പം ഇതുപോലെ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തത് നമ്മളുടെ സ്ലാൻ ലൈൻ ഇതുപോലെ ഒന്ന് ഒരുമിച്ചിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ കട്ടൂടെ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ക്ലോത്തിനെ 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂട്ടി ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഓപ്പൺ സൈഡിൽ നമ്മളൊരു 3 ഇഞ്ച് ഡൗൺവേഡ് കൊടുത്തതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ലാത്തവർക്ക് ഇതിന് മുന്നേ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ ഇങ്ങനെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേണ്ട പീസസ് എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ നമുക്ക് വേണ്ട ഇതുപോലെ ഈ ബെൽറ്റ് പോർഷൻ ഇതുപോലെ മെയിൻ ക്ലോത്തിൽ നിന്ന് ഒരു പീസും ലൈനിങ് ക്ലോത്തിൽ നിന്ന് ഇതുപോലെ നമ്മൾ 2 പീസസ് കൂടെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതുപോലെ സ്ട്രിപ്പുകൾ ഇതെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓൾ പീസസ് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ക്രോസ് സ്ട്രിപ്പാണ് നമ്മളുടെ നെക്കിന് വെക്കുന്നത്. അതും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിനും നമ്മൾ ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഈ ഓൾ പീസസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യമേ നമ്മൾ ബെൽറ്റ് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ബെൽറ്റ് പോർഷനെ കറക്റ്റായിട്ട് 2 ലൈനിങ് പീസും അതിൻ്റെ മുകളിലേക്ക് മെയിൻ ഫാബ്രിക്കും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പോർഷൻ ഇങ്ങനെ നമ്മൾ തിരിച്ച് അതിൻ്റെ സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊടുക്കുക. എന്നിട്ട് സൈഡെല്ലാം നീറ്റായിട്ട് നമ്മൾ ബാലൻസ് നിൽക്കുന്നത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ 2 സൈഡും ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കണേ, നല്ല നീറ്റായിട്ട് എടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തത് സൈഡ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു 1/4 ഇഞ്ചേ നമ്മൾ ഇതുപോലെ വിട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ലെങ്ത് ഒരു 2 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ആ രീതിയിൽ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണേ. ഓരോ കാര്യവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരുപോലാണോ എന്ന് നമ്മൾ 2 വശവും വെച്ച് നോക്കണേ. അതിനുശേഷം ഇവിടെ ടക്ക് ഇടുന്നത് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇത് നമ്മൾ പ്രത്യേക അളവ് പറയുന്നില്ല, ഒരു കൈ കൊണ്ട് നമുക്ക് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്ന ആ രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 സൈഡ് ഒരുപോലെയാണോ എന്ന് എപ്പോഴും നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ നിവർത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മളുടെ ആം ഹോളിൻ്റെ അങ്ങോട്ടുള്ള ടക്കും അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കത് ലെവൽ ചെയ്ത് കിട്ടുവേ. ആ രീതിയിൽ 1/4 ഇഞ്ച് വിട്ടിൽ ഈ ഭാഗവും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇവിടെ എല്ലാം അളവെടുക്കേണ്ട മെത്തേഡൊക്കെ ഇതിൻ്റെ മുന്നേ പറഞ്ഞ് പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കൈകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരളവ് പ്രത്യേകിച്ച് എടുക്കാത്ത രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ടക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അടുത്ത ടക്ക് എവിടെയാണ് ഇടേണ്ടതെന്ന്. ആ രീതിയിലാണ് നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബെൽറ്റ് എടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എല്ലാം നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുത്തോണേ. 2 പ്രാവശ്യം ടക്ക് ഇടുന്നിടമൊക്കെ ഈ ടക്കിൻ്റെ ഭാഗം അകത്തേക്ക് ഇതുപോലെ നമ്മളൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെയാണ് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മളിങ്ങനെ ഈ ഫ്രണ്ട് പോർഷൻ വരുന്ന സൈഡിലേക്ക് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ടക്കിൻ്റെ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് വെച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ മുന്നെയൊക്കെ ഇതുപോലെ നോർമൽ ബ്ലൗസ് അളവെടുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെയുള്ള ധാരാളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്.
എപ്പോഴും നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണേ. അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇനി നമ്മൾ ആ സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രിപ്പ് എടുത്ത് ഒരു 1.5 ഇഞ്ച് സ്ട്രിപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് കൊടുക്കുക. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ വലത്ത് സൈഡിലെ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നിടത്താണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത്. ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പാണിത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇവിടെ നന്നായിട്ട് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ സ്ട്രിപ്പ് ഇതിലേക്ക് പതിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം അടുത്ത പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ റോങ് സൈഡിലേക്ക് ഒരു 2 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മുടെ റോങ് സൈഡിലേക്ക് നല്ല വശം, അതായത് നമ്മുടെ അകഭാഗത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്ന സ്ട്രിപ്പിൻ്റെ നല്ല വശം വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് തിരിച്ചതിന് ശേഷം ഇവിടം നമുക്ക് മടക്കി കൊടുക്കാനുള്ള ലെങ്ത് ഇട്ടതിന് ശേഷം ബാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് അകത്തേക്ക് മടക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ ഹുക്ക് വെക്കാനായിട്ടുള്ള ഹോളാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ നന്നായിട്ട് ലോക്ക് ചെയ്ത് ഈ ഭാഗത്തൊരു ഹോൾ ഇടുക. പിന്നെ ഒരു 2 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് ഇട്ട് നമ്മളൊരു 2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ബാക്കി ഹോളുകൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുന്നേ നമ്മളുടെ ഹുക്കും ഹോളും എല്ലാം വെക്കുന്ന ഒരുപാട് വീഡിയോസ്, അതുപോലെ തന്നെ സാരി ബ്ലൗസ് നമ്മൾ പല ടൈപ്പിൽ കട്ട് ചെയ്യുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതാണ്. ഈ ഭാഗം ഇതുപോലെ നമ്മളിപ്പോൾ ഹോള് വെച്ച് കൊടുത്തു. ബാലൻസ് ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ഓരോ ഭാഗവും സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 പോർഷൻ്റെയും ആ സ്റ്റിച്ചിങ് പോയിൻ്റ് എല്ലാം ഒരുപോലെയാണോ എന്ന് നമ്മളിങ്ങനെ വെച്ച് നോക്കണേ. ഇനി നമ്മുടെ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം നമ്മൾ എല്ലാ സ്റ്റിച്ചും 2 ടൈംസ് ചെയ്തോണേ. ഇങ്ങനെ നമ്മളിപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ എടുത്തതിന് ശേഷം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കൂടെ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തത്. ആ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒന്ന് പതിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്കിപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ ലഭിച്ച് നന്നായിട്ട് അയൺ ചെയ്തുകൊണ്ട് എടുത്തതിന് ശേഷം ഈ സൈഡെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. 2 സ്ലീവും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് ഒരുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ വരുന്നിടത്ത് 1 ഇഞ്ച് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കുഴിച്ച് കട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന പോലെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയും ഈ ബെൽറ്റിന് ബാലൻസ് നിൽക്കുന്നതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം സ്ലീവ് നമ്മളുടെ ബ്ലൗസിൻ്റെ നല്ല വശത്തിലേക്ക് ആ ഫ്രണ്ട് പോർഷൻ വരുന്നിടം തമ്മിൽ ഇതുപോലെ വെച്ച് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് മുൻവശവും കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മുടെ സ്ലീവ് ഈ കുഴിച്ച് കട്ട് ചെയ്തിടം മുൻവശത്ത് വരുന്നത് പോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് തിരിച്ച് അടുത്ത സെൻറ്ററിൽ നിന്ന് തന്നെ അടുത്ത സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ എല്ലാം നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ നമ്മൾ 2 സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരുപോലെ ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ഒരേ പൊസിഷനിൽ മാർക്ക് വരുന്നത് പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്രോസ് സ്ട്രിപ്പ് എടുത്ത് അതിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്തു മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇവിടവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ പതിയെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ കഴുത്തിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളേ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ
വളഞ്ഞിരിക്കുന്നിടത്തെല്ലാം നമ്മൾ സ്മോൾ കട്ട് ചെയ്ത് കൊടുക്കുക, ത്രെഡിൽ കട്ട് വീഴാത്ത പോലെ. എന്നിട്ട് ഈ ക്രോസ് സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി എന്നിട്ട് നമ്മൾ കൈത്തയ്യലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളുടെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ഒരു 1.5 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസ് ക്ലോത്ത് എടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ്. നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ സൈഡ് വഴി ഇതിങ്ങനെയൊന്ന് നമ്മൾ പതിച്ചുകൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇവിടെയും നമ്മൾ കൈത്തയ്യലാണ് തയ്ക്കുന്നത്. ഇനി സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. സൈഡ് വിഡ്ത്ത് നമുക്ക് ആവശ്യത്തിന് കൊടുക്കുക, ബാക്കി സീം അലവൻസ് ആയിട്ട് കൊടുക്കുക. ആ രീതിയിൽ നമുക്ക് ഇതുപോലെ ഹുക്കും ഒക്കെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു 36 ഇഞ്ചുകാർക്ക് ഇത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.